ഹായ് ഫ്രണ്ട്സ്, വാല്യുവേഷനൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. +1 ഇമ്പ്രൂവ്മെൻറ്റ് വാല്യുവേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി എന്നാണ് ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടത്. വ്യത്യസ്ത സബ്ജക്റ്റിന് എടുത്താൽ ഏകദേശം എല്ലാ സബ്ജക്റ്റിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഏകദേശം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദിവസം കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയവരുണ്ട്. ബാക്കിയുള്ളവരതൊക്കെ ഏകദേശം ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ദിവസം മുതൽ എല്ലാ സബ്ജക്റ്റും +2 തന്നെയാണ് പേപ്പർ വാല്യൂ ചെയ്ത് തുടങ്ങുക. ഓൾറെഡി +2 വാല്യുവേഷൻ തുടങ്ങിയ സബ്ജക്റ്റും ഉണ്ട്. ഇതുവരെ തുടങ്ങാത്തവർ അടുത്ത തിങ്കളാഴ്ച ഇനി +2 പേപ്പറാണ് വാല്യൂ ചെയ്യുക. +1 ഇമ്പ്രൂവ്മെൻറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് തന്നെ അറിയുന്നു. അതായത് ഒരു 2 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ടാബുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആകും. പക്ഷേ വേണമെങ്കിൽ ഫാസ്റ്റ് ആക്കുവാണെങ്കിൽ ഏപ്രിൽ 10 മുന്നെയോ അല്ലെങ്കിൽ വിഷുവിന് മുന്നേ ഏപ്രിൽ 14 മുന്നേ ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ അങ്ങനെയൊക്കെ വരാനുള്ള അത്തരത്തിൽ ഫാസ്റ്റായിട്ടാണ് വാല്യുവേഷനൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഡബിൾ വാല്യുവേഷൻ്റെ പേപ്പേഴ്സൊക്കെ ഏകദേശം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. +2ൻ്റെ +1 ഇമ്പ്രൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ വാല്യുവേഷൻ്റെ തുടങ്ങിയെന്നാണ് അറിയുന്നത്. വളരെ കൃത്യമായി, വളരെ പ്രൈവസി, സീക്രസി ഒക്കെ സൂക്ഷിച്ചുകൊണ്ടുള്ള കൃത്യമായൊരു വാല്യുവേഷൻ തന്നെയാണ് നടക്കുന്നത്. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രോപ്പറായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് വാല്യുവേഷൻ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ നിന്നും വാല്യുവേഷൻ എല്ലാ പ്രവർത്തനവും മുന്നോട്ട് നടക്കുന്നത്. പുറത്തുനിന്നുള്ളവർക്കൊന്നും പ്രവേശനമില്ല. ചിലയിടത്തൊക്കെ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. അത്രയും കൃത്യമായിട്ട് ക്യാമ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന വിവരങ്ങളൊന്നും പുറത്ത് വിടാതെ, പിന്നെ വാല്യുവേഷൻ കഴിഞ്ഞോ അല്ലെങ്കിൽ തുടങ്ങി എന്നൊക്കെയുള്ള കാര്യം ടീച്ചേഴ്സ് പറയുന്നുണ്ട്. +1 ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞു, +2 തുടങ്ങി. അതല്ലാതെ ബാക്കി നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നത് വാല്യുവേഷൻ വളരെ സ്ട്രിക്റ്റാണ്, അല്ലെങ്കിൽ ഒരു മാർക്ക് പോലും എക്സ്ട്രാ ഇല്ല എന്ന്. ആ എക്സ്ട്രാ ഒരിക്കലും കൊടുക്കാറില്ല. ആസ് പെർ ആൻസർ കീ പ്രകാരമാണ് വാല്യുവേഷൻ നടക്കുക. ആൻസർ കീ കൃത്യമായിട്ട് തന്നെയാണ് സീനിയർ ടീച്ചേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രകാരമാണ് പ്രോപ്പറായി വാല്യുവേഷൻ നടക്കുന്നത്. പക്ഷേ അർഹതപ്പെട്ട കുട്ടിയുടെ മാർക്ക് പോലും നഷ്ടപ്പെടരുത്. ആൻസർ എഴുതിയ കുട്ടികൾക്ക് അർഹതപ്പെട്ട മുഴുവൻ മാർക്കും ലഭ്യമാകണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. എന്നാൽ അർഹരല്ലാത്തവർക്ക് വെറുതെ കിട്ടാനും പാടില്ല. അതേസമയം അർഹരായവർക്ക് കൃത്യമായി കിട്ടുകയും വേണം എന്ന രീതിയിൽ വളരെ കൃത്യമായി വ്യക്തമായിട്ട് തന്നെ ഉള്ളൊരു വാല്യുവേഷനാണ് നടക്കുന്നത് എന്നാണ് എല്ലാ ടീച്ചേഴ്സും പറഞ്ഞു കേട്ടത്. എന്തായാലും നമ്മൾ പഠിച്ചെഴുതിയിരിക്കുന്ന മാർക്ക് പോലും ആർക്കും നഷ്ടപ്പെടില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ, മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഏകദേശം അതേ ഡേറ്റ് തന്നെ റിസൾട്ടൊക്കെ വരും. ഇപ്പോൾ ഡിഗ്രിയുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ കോളേജുകളൊക്കെ, പ്രത്യേകിച്ച് ഓട്ടോണമസ് കോളേജുകളൊക്കെ അതിൻ്റെ പ്ലാനിംഗ് ഒക്കെ തുടങ്ങി, ഗ്രൂപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളും സജ്ജമാകാണ്. 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിലേക്കാണല്ലോ വരുന്നത്. അതുമൊക്കെ വിവരം കിട്ടുന്ന മുറയ്ക്ക് നമുക്കിവിടെ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. എന്തായാലും എല്ലാവരും സന്തോഷമായിരിക്കുക, വെക്കേഷൻ എൻജോയ് ചെയ്യുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. നമ്മൾ പഠിച്ചെഴുതിയ എല്ലാത്തിനും കൃത്യമായി മാർക്ക് കിട്ടട്ടെ. അങ്ങനെ നമ്മൾ എന്താണോ നമുക്ക് അർഹിക്കുന്ന മാർക്ക്, നമ്മൾ എഴുതിയിരിക്കുന്ന മാർക്ക് എന്തായാലും കിട്ടട്ടെ എന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.